ഹായ് നമസ്കാരം. ഏവർക്കും PSC ക്ലൈംബറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഫേസ് LDC എക്സാം കഴിഞ്ഞു അല്ലേ? കണ്ണൂർ, കൊല്ലം ജില്ലകൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു LDC എക്സാമിൽ ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസും അതെവിടെ നിന്നാണ് വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം എല്ലാ ക്വസ്റ്റ്യൻസും വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു സോഴ്സൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് നമുക്ക് മുന്നോട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ഞാൻ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം, നമുക്കറിയാമല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം, ഇന്ത്യൻ ഭരണഘടന എന്ന ആ ഒരു ഭാഗമാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും പറ്റിയൊരു ഭാഗം എന്ന് പറഞ്ഞ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭാഗം അതായിരിക്കും. പക്ഷേ ഇപ്പോഴുള്ള പരീക്ഷകൾ നോക്കിയാൽ അറിയാം എന്താണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ പഠിച്ചതിൽ നിന്നല്ലാതെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ഒരു SCRT ലെവലിൽ നിന്നുകൊണ്ട് മാത്രം നോക്കിയിട്ട് പോകുന്ന ആളുകൾക്ക് കിട്ടുന്ന രീതിയിലല്ല ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് റെഫർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു റാങ്ക് ഫെയിൽ മാത്രം വെച്ച്, അതിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല ഒരു ഭാഗവും ഒരു റാങ്ക് ഫെയിൽ മാത്രം വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് വളരെ നോർമലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ചൊരു എന്താ പറയുക, ഒരു റാങ്ക് മേക്കിംഗ് ഒക്കെ ആയിട്ട് പല ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു എക്സാമിൽ തന്നെ IT ഒരു ഭാഗം നിങ്ങൾ നോക്കിയാൽ അവിടെ റൂട്ടർ ആൻസർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ശരിക്കും ആ ക്വസ്റ്റ്യൻ ഞാൻ പല റാങ്ക് ഫെയിലും റെഫർ ചെയ്ത് നോക്കി, എല്ലാത്തിലും സെയിം ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത് ശരിക്കും ചോദിച്ചിട്ടുള്ളത് SCRTയിൽ നിന്നാണ്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും നിങ്ങൾ SCRTയും കൂടെ പഠിക്കും. ഇപ്പം അത് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന്. അപ്പം നിങ്ങൾ പഠിക്കുന്ന ഒരാൾ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഒരു റാങ്ക് ഫെയിൽ റെഫർ ചെയ്ത് ഒരു മണിക്കൂർ അവിടെ കളഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ അല്ല പക്ഷെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾ ആ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്ക് റാങ്ക് ഫയലിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ദെൻ ഒരു അരമണിക്കൂറും കൂടെ എടുത്തിട്ട് അതിൻ്റെ SCRT ഭാഗം ഏതാണെന്ന് കണ്ടെത്തി അതുകൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അല്ലാതെ നമ്മൾ റാങ്ക് ഫയൽ മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഒരു മാർക്ക് അവിടെ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനതൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. നമുക്കിവിടെ നോക്കാം. 27ാമത്തെ ക്വസ്റ്റ്യനാണ്, കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. അതായത് ഒന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്, മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന എന്താ, ഈ സമ്പ്രദായത്തിൽ, അതായത് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെൻറ്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും അല്ലേ. ഒരു പാർട്ടിക്ക് പാർലമെൻറ്റിൽ കൂടുതൽ സീറ്റുകളും ലഭിക്കാം എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറയുന്നത് തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന് പറയുന്ന ആ ഒരു NCERT പാഠഭാഗത്തിലാണ്. അപ്പോൾ ഞാൻ NCERT പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു തുല്യത ടെക്സ്റ്റിൽ നിന്നുള്ള ഓരോ ചാപ്റ്റേഴ്സാണ് ഞാൻ എടുക്കാറുള്ളത്. നമ്മൾ കഴിഞ്ഞ തവണ രാജ്യസഭ ലോക്സഭയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. അതിൽ നിന്ന് കഴിഞ്ഞ LDCയിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ ചാനൽ നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേവല ഭൂരിപക്ഷ വ്യവസ്ഥയെപ്പറ്റി ഇവിടെ കണ്ടോ, ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്, 2 കോളമായിട്ട്. അതായത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു കക്ഷിക്ക് സഭയിൽ ലഭിച്ച വോട്ടിനേക്കാൾ സീറ്റ് ലഭിച്ചെന്ന് വരാം, തിരിച്ചും സംഭവിക്കാം. കണ്ടോ, ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഇവിടെയുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത്. അതേപോലെ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. ഇവിടെ നോക്കിക്കേ, ഇന്ത്യ, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ ഈ വ്യവസ്ഥ നിലനിൽക്കുന്നു. കണ്ടോ, അപ്പോൾ അത് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നിന്നാണ്. പിന്നെ അതേപോലെ 28ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ എബവ് ആണ്. അതായത് 1, 2, 3 എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ഇത് നമുക്ക് എന്താ പറയുക, റാങ്ക് ഫെയിൽ പഠിച്ചാലും അതെ SCRTന്നും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റാണ്. പിന്നെ അതേപോലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. അതും നമുക്കറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ 1ഉം 3ഉം വരുന്ന ഓപ്ഷൻ കണ്ടോ ഇവിടെ ഉണ്ട്. നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പക്ഷേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ വരും. അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണ് ഉള്ളത് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ അതും ശരിക്കും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതാണ് ഇവിടെ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അത് ശരിക്കും നമുക്കുള്ളത് ഈ ഒരു ചാപ്റ്ററിലാണ്. ഇവിടെ കണ്ടോ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ക്ലാസ് എടുക്കാനുള്ള കുറച്ച് നോട്ട്സ് കൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഈ ഒരു പോയിന്റ് പറയുന്നുണ്ട്.
ഇവിടെ നിന്നിട്ട് വായിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗങ്ങളിൽ അധ്യക്ഷൻ വഹിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 3 പേർക്കും തുല്യ അധികാരങ്ങളാണ് ഉള്ളത്. കണ്ടോ, ആ ഒരു പോയിന്റിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? സോ ഈ ഒരു മൂന്നാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, തെരഞ്ഞെടുപ്പും ജനാധിപത്യവും. അതിൽ ജനാധിപത്യം എന്നാൽ ജനങ്ങൾക്ക് പങ്കുള്ള ഭരണമാണ്. അപ്പോൾ ജനാധിപത്യം എന്നാൽ എന്താണ്? ജനങ്ങൾക്ക് കൂടി പങ്കുള്ള ഭരണത്തെയാണ് ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത നോക്കാം, ജനാധിപത്യവും തെരഞ്ഞെടുപ്പും പരസ്പര പൂരകങ്ങളാണ്. ജനാധിപത്യത്തെ നിലനിർത്തുന്നത് തെരഞ്ഞെടുപ്പുകളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ? ഇനി അടുത്തത് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം നോക്കാം. പല രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് രീതികൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും നമ്മൾ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? സമ്മതിദായകരായ നാം നേരിട്ടാണ് നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. ഈ രീതിയെ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി എന്ന് വിളിക്കും. ഇതൊക്കെ നമ്മൾ SCRT-യിലും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? സോ നേരിട്ടുള്ള രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി എന്ന് വിളിക്കും. അതെവിടെയൊക്കെയാണ്? ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും ഒക്കെ അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഇനി അടുത്തത്, ഇന്ത്യയിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭാംഗങ്ങൾ എന്നിവരെ നാം നേരിട്ടാണോ തിരഞ്ഞെടുക്കുന്നത്? അല്ല, നാം തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്രകാരം ജനപ്രതിനിധികൾ വോട്ട് രേഖപ്പെടുത്തി ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് പരോക്ഷ രീതി. അപ്പോൾ പ്രത്യക്ഷ രീതിയുണ്ട് അല്ലേ? പ്രത്യക്ഷ രീതി എവിടെയൊക്കെയാണുള്ളത്? പ്രത്യക്ഷ രീതി എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ നേരിട്ട് വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നതാണ്. അത് ഉള്ളത് ലോക്സഭയിലുണ്ട്, അതേപോലെയോ പിന്നെ സംസ്ഥാന നിയമസഭയിലുണ്ട്. ഇനി മറ്റൊരു രീതി എന്താണ്? നമ്മൾ പറഞ്ഞു പരോക്ഷ രീതിയാണ് അല്ലേ? പരോക്ഷ രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ജനപ്രതിനിധികൾ, നമ്മൾ പ്രത്യക്ഷ രീതി വഴി തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ വോട്ട് രേഖപ്പെടുത്തി തിരഞ്ഞെടുക്കുന്ന രീതിയാണ് പരോക്ഷ രീതി എന്ന് പറയുന്നത്. അത് ആരുടെയൊക്കെ തിരഞ്ഞെടുപ്പിലാണ് നടക്കുന്നത്? രാഷ്ട്രപതി, നമ്മുടെ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ ആ രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. പിന്നെയോ വൈസ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതി, അതേപോലെ തന്നെ രാജ്യസഭാ അംഗങ്ങളുടെയൊക്കെ തിരഞ്ഞെടുപ്പ് ഇത്തരത്തിലുള്ള പരോക്ഷ രീതിയാണ്. സോ ലോക്സഭയ്ക്ക് പ്രത്യക്ഷ രീതിയാണെന്നും രാജ്യസഭയ്ക്ക് പരോക്ഷ രീതിയാണെന്നും ഓർത്തിക്കുക. നമുക്ക് നോക്കാം കേവല ഭൂരിപക്ഷ സമ്പ്രദായം. ഇതിനെ FPTP സിസ്റ്റം എന്ന് വിളിക്കും കേട്ടോ. അതായത് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം, FPTP സിസ്റ്റം എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം? നോക്കാം. ഇന്ത്യയിൽ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും പ്രാദേശിക സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് സ്വീകരിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേവല ഭൂരിപക്ഷ സമ്പ്രദായം ഏതൊക്കെ ഏരിയയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾക്കാണ് സ്വീകരിച്ചിട്ടുള്ളത്? ലോക്സഭ, പിന്നെയോ സംസ്ഥാന നിയമസഭ. അവിടെ രണ്ടും പ്രത്യക്ഷ രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ പ്രാദേശിക സ്ഥാപനങ്ങൾ, ഇങ്ങോട്ടേക്കൊക്കെയുള്ള തിരഞ്ഞെടുപ്പുകൾ എന്താണ്? കേവല ഭൂരിപക്ഷ സമ്പ്രദായം പ്രകാരമാണ്. ഈ വ്യവസ്ഥ പ്രകാരം ഒരു സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ആപേക്ഷികമായ ഭൂരിപക്ഷം മതി. ഒരു സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ആപേക്ഷികമായ ഭൂരിപക്ഷം മതി. ലോകസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി രാജ്യം മുഴുവൻ 543 നിയോജക മണ്ഡലങ്ങളാക്കി വിഭജിച്ചിരിക്കുന്നു. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ വീതം തിരഞ്ഞെടുക്കുന്നു. തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന സ്ഥാനാർത്ഥി വിജയിയായി പ്രഖ്യാപിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള രീതിയാണിത്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ BJPക്ക് 31% വോട്ടുകൾ, അതായത് 282 സീറ്റുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിക്കേ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 31% മാത്രം വോട്ട് ലഭിച്ച BJPക്ക് 50%-ത്തിൽ ഏറെ സീറ്റുകൾ ലഭിച്ചിരുന്നു. അതായത് ടോട്ടലുള്ള സീറ്റിൻ്റെ 282 ആർക്ക് കിട്ടി? BJPക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? എന്നാൽ
19.31% വോട്ട് ലഭിച്ച കോൺഗ്രസിന് 10% താഴെ മാത്രമേ സീറ്റ് ലഭിച്ചിട്ടുള്ളൂ. പിന്നെ ഓരോ സ്ഥലത്ത് ഉത്തർപ്രദേശിലും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും. അതായത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് രീതിയായ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഈ വ്യവസ്ഥയിൽ എന്താണ് പ്രശ്നം? പലപ്പോഴും വോട്ടുകൾ പാഴായി പോകുന്നു. അനേകം സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ വിജയിച്ച സ്ഥാനാർത്ഥിക്ക് പലപ്പോഴും 50% താഴെ വോട്ടുകൾ കിട്ടുകയുള്ളൂ. പരാജിതരായ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന വോട്ടുകളെല്ലാം എന്ത് ചെയ്യുന്നു? പാഴായി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. എന്താണ്? നമ്മളിപ്പോൾ വോട്ട് ചെയ്ത ആൾ വിജയിക്കണമെന്നില്ല. അപ്പോൾ വിജയിച്ചത് ആരാണോ അവർക്ക് മിക്കവാറും 50% താഴെ വോട്ടുകൾ കിട്ടുന്നുള്ളൂ. നമ്മുടെ വോട്ട് പാഴായി പോവുകയുമാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു രീതിയിലുള്ള ഒരു വ്യവസ്ഥയാണ് ആനുപാതിക പ്രാതിനിധ്യം. നോക്കാം, കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. നമ്മൾ കണ്ടു അല്ലേ, വോട്ട് പാഴായി പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഒരു രാജ്യത്തിലെ ന്യൂനപക്ഷത്തിന് ഈ വ്യവസ്ഥ പ്രകാരം വേണ്ട വിധത്തിൽ പ്രാതിനിധ്യം ലഭിക്കുകയില്ല. അതിനാൽ ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയാണ് ആനുപാതിക പ്രാതിനിധ്യം വ്യവസ്ഥ ആവിഷ്കരിച്ചത്. അപ്പോൾ ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ആനുപാതിക പ്രാതിനിധ്യം വ്യവസ്ഥ ആവിഷ്കരിച്ചത്. നിയമനിർമ്മാണ സഭയിൽ ഒരു കക്ഷിക്ക് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം ആ കക്ഷിക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണത്തിന് അനുപാതമായിരിക്കുന്ന വ്യവസ്ഥയാണ് ആനുപാതിക പ്രാതിനിധ്യം. ശ്രദ്ധിക്കണേ, നിയമനിർമ്മാണ സഭകളിൽ ഒരു കക്ഷിക്ക് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? ആ കക്ഷിക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണത്തിന് അനുപാതമായിരിക്കും. ഇത്തരത്തിലുള്ള വ്യവസ്ഥയാണ് ആനുപാതിക പ്രാതിനിധ്യം അല്ലെങ്കിൽ ആനുപാതിക വ്യവസ്ഥ എന്ന് വിളിക്കുന്നത്. ഇപ്രകാരം ഓരോ വിഭാഗത്തിനും അവരുടെ സംഖ്യാബലത്തിനനുസരിച്ച് പ്രാതിനിധ്യം ലഭിക്കുന്നതിന് ഈ വ്യവസ്ഥ കാരണമാകുന്നു. ഇസ്രായേൽ, നെതർലാൻഡ്, അർജന്റീന, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ഈ വ്യവസ്ഥ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കണം, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എവിടെയൊക്കെയുണ്ട്? ഇസ്രായേലിലുണ്ട്, നെതർലാൻഡ് ഉണ്ട്, അർജന്റീനയിലുണ്ട്, പോർച്ചുഗലിലുണ്ട്. 4 രാജ്യങ്ങളാണ് പഠിച്ചത്: ഇസ്രായേൽ, നെതർലാൻഡ്, അർജന്റീന, പോർച്ചുഗൽ. ഇന്ത്യയിൽ രാജ്യസഭയിലേക്കുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ഈ വ്യവസ്ഥ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ ഏതാണ്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ് ഉള്ളത്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അതാണ് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്നാൽ രാജ്യസഭയിലേക്കുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് എന്താണ്? ഈ ഒരു ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ മുന്നോട്ട് നമ്മൾ പറയുന്നുണ്ടേ. അപ്പം നമുക്ക് നോക്കാം, ഈ ഒരു കോളമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്: കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാവേ. ഒന്നാമത്തെ നോക്കിക്കേ, ഈ വ്യവസ്ഥ പ്രകാരം രാജ്യത്തെ അനേകം മണ്ഡലങ്ങളാക്കി വിഭജിച്ചിരിക്കുന്നു. പിന്നെയോ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പ്രകാരം ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയാണ് തിരഞ്ഞെടുക്കുന്നത്. സമ്മതിദായകർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. ഒരു കക്ഷിക്ക് സഭയിൽ ലഭിച്ച വോട്ടിനേക്കാൾ സീറ്റ് ലഭിച്ചെന്ന് വരാം, തിരിച്ചും സംഭവിക്കാം. കണ്ടോ, LDC പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നമ്മൾ എന്താണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കി തന്നെ ആ ഒരു പോയിന്റ് ക്ലിയർ അല്ലേ? അതായത് ഒരു കക്ഷിക്ക് സഭയിൽ ലഭിച്ച വോട്ടിനേക്കാൾ കൂടുതൽ സീറ്റ് ലഭിച്ചെന്ന് വരാം. നമ്മൾ ആ ഒരു എന്താ പറയുക, പേഴ്സൻറ്റേജ് വെച്ചിട്ട് കുറച്ച് മുമ്പ് അതിനെപ്പറ്റി കണ്ടിരുന്നു. ഇനി എന്താണ്? തിരിച്ചും സംഭവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ടുകൾ കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല, നമ്മൾ മുമ്പ് പറഞ്ഞല്ലേ. അതേപോലെ ഇന്ത്യ, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ ഈ വ്യവസ്ഥ നിലനിൽക്കുന്നു. അപ്പോൾ 6 പോയിന്റുകൾ ഇപ്പം തന്നെ പഠിച്ചേ. ഒന്നെന്താണ്? ഈ വ്യവസ്ഥ പ്രകാരം രാജ്യത്തെ അനേകം മണ്ഡലങ്ങളാക്കി വിഭജിച്ചിരിക്കുന്നു. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. സമ്മതിദായകർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. ഒരു കക്ഷിക്ക് സഭയിൽ ലഭിച്ച വോട്ടിനേക്കാൾ സീറ്റ് ലഭിച്ചെന്ന് വരാം, തിരിച്ചും സംഭവിക്കാം. തിരിച്ച് സംഭവിക്കുന്ന നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് പോലെ, അതായത് എന്താണ്? ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ എന്താണ്? കുറച്ചു വോട്ടുകളും ലഭിക്കാം, അല്ലെങ്കിൽ എന്താണ്? തിരിച്ചും വരാം. അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ
തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഭൂരിപക്ഷം വോട്ടുകൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അതായത് 50% വോട്ടുകൾ എപ്പോഴും ലഭിച്ചു കൊള്ളണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. 6ാമത്തെ പോയിന്റ്, ഇന്ത്യ, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ ഈ വ്യവസ്ഥ നിലനിൽക്കുന്നു. അപ്പോൾ 6 പോയിന്റും പഠിച്ചല്ലോ. ഇനി നമുക്ക് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ പോയിന്റുകളിലേക്ക് വരാം. ഈ വ്യവസ്ഥ പ്രകാരം ഭൂമിശാസ്ത്രപരമായി ഒരു വലിയ പ്രദേശം തന്നെ നിയോജക മണ്ഡലമായി കണക്കാക്കുന്നു, അല്ലെങ്കിൽ രാജ്യം തന്നെ ഒരു നിയോജക മണ്ഡലമായി കണക്കാക്കുന്നു. ഇവിടെ എങ്ങനെയാണ്? രാജ്യത്തെ തന്നെ അനേകം മണ്ഡലങ്ങളാക്കി വിഭജിച്ചിരിക്കുകയാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ ചെയ്യുന്നത്. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ എന്താണ്? ഭൂമിശാസ്ത്രപരമായി ഒരു വലിയ പ്രദേശം തന്നെ നിയോജക മണ്ഡലമായി കണക്കാക്കുന്നു, അല്ലെങ്കിൽ ആ രാജ്യത്തിനെ എന്താക്കുന്നു? ഒരു നിയോജക മണ്ഡലമാക്കി കണക്കാക്കുന്നു. ഇനി 3 അതിൽ കൂടുതലോ പ്രതിനിധികളെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു. നമ്മുടെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പോലെ ഒരാളെ അല്ല തിരഞ്ഞെടുക്കുന്നത്, 3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ അംഗങ്ങളെ ഒരു പ്രദേശത്തു നിന്നും ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു. സമ്മതിദായകർ രാഷ്ട്രീയ കക്ഷിക്ക് വോട്ട് ചെയ്യുന്നു. ഓരോ കക്ഷിക്കും അവർക്ക് ലഭിച്ച വോട്ടുകൾക്ക് ആനുപാതികമായി സീറ്റ് ലഭിക്കുന്നു. മറ്റതിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ? തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കും. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥി ആരാണോ അവർക്ക് എന്താണ്? ഭൂരിപക്ഷം വോട്ട് ലഭിക്കും, ഏറ്റവും കൂടുതലുള്ള ആൾക്ക്. ഇനി ഇസ്രായേൽ, നെതർലൻഡ് എന്നിവിടങ്ങളിൽ ഈ വ്യവസ്ഥ നിലനിൽക്കുന്നു. അപ്പോൾ ഇസ്രായേൽ, നെതർലൻഡ് അല്ലാതെ നമ്മൾ 4 രാജ്യങ്ങളായിരുന്നു തൊട്ട് മുമ്പ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ഇസ്രായേൽ ഉണ്ട്, നെതർലൻഡ് ഉണ്ട്, അതേപോലെ പോർച്ചുഗീസ് ഉണ്ട്, പിന്നെ ഏതാണ്? അർജന്റീനയുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും 4 രാജ്യങ്ങളിൽ ഏത് വ്യവസ്ഥയാണുള്ളത്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണുള്ളത് എന്നോർക്കുക. ഇനി അടുത്ത നോക്കാം, ഹെയർ വ്യവസ്ഥ അല്ലെങ്കിൽ ഹെയർ സിസ്റ്റം. നോക്കിക്കേ, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ ഒരു രീതിയാണ് ഈ ഒരു ഹെയർ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഹെയർ വ്യവസ്ഥ ഇംഗ്ലീഷുകാരനായ തോമസ് ഹെയറിന്റെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പേരിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ. 1851 മെഷീനറി ഓഫ് റെപ്രസെന്റേഷൻ എന്ന കൃതിയിൽ തോമസ് ഹെയർ ഈ വ്യവസ്ഥ നിർദ്ദേശിച്ചു. അപ്പൊ ആരാണ് ഇത് നിർദ്ദേശിച്ചത്? തോമസ് ഹെയർ ആണ്. ഏത് കൃതിയിലാണ്? മെഷീനറി ഓഫ് റെപ്രസെന്റേഷൻ എന്ന കൃതിയിലാണ്, 1851. പിന്നീട് ദ ഇലക്ഷൻ ഓഫ് റെപ്രസെന്റേറ്റീവ്സ് എന്ന കൃതിയിൽ ഈ വ്യവസ്ഥയെ വികസിപ്പിച്ചു. ഈ വ്യവസ്ഥയെ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ എന്ന് വിളിക്കുന്നു. എന്താണ് ഇതറിയപ്പെടുന്ന മറ്റൊരു പേര്? ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ എന്നാണ്. സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുന്നതിൽ വോട്ടർ മുൻഗണനകൾ രേഖപ്പെടുത്തുന്നതിനാൽ ഈ വ്യവസ്ഥയെ മുൻഗണനാ വ്യവസ്ഥ എന്ന് വിളിക്കുന്നു. ഈ വ്യവസ്ഥയുടെ 4 സവിശേഷതകൾ: ബഹു അംഗ നിയോജക മണ്ഡലം, ആനുപാതികമായ പങ്ക്, ഒരു ഫലപ്രദമായ വോട്ട്, മുൻഗണനകൾ രേഖപ്പെടുത്തൽ, വോട്ടുകൾ കൈമാറ്റം ചെയ്യൽ. ഇങ്ങനെ 4 സവിശേഷതകളാണുള്ളത്. ഈ വ്യവസ്ഥയുള്ളത് അയർലൻഡ്, അതേപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക, കാനഡ പോലെയുള്ള രാജ്യങ്ങളിലാണ്. അപ്പോൾ ഹെയർ വ്യവസ്ഥയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അയർലൻഡ് ഉണ്ട്, സൗത്ത് ആഫ്രിക്കയുണ്ട്, കാനഡയുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മൾ പറഞ്ഞു ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അല്ലെങ്കിൽ മുൻഗണനാ വ്യവസ്ഥ എന്നൊക്കെ പറയും. സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുന്നത് വോട്ടർ മുൻഗണനകൾ രേഖപ്പെടുത്തുന്നു. ഒന്ന് ഈ ഫസ്റ്റ് പ്രയോറിറ്റി ഈ ഒരാൾക്കാണ്, സെക്കൻഡ് പ്രയോറിറ്റി ഈ ഒരാൾക്കാണ് എന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത ഒരു വ്യവസ്ഥയെ പറ്റി പറയാം, ലിസ്റ്റ് വ്യവസ്ഥ. അതായത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ മറ്റൊരു രീതിയാണ് ഈ ലിസ്റ്റ് വ്യവസ്ഥ. ഒരു രീതി നമ്മളിപ്പോൾ കണ്ടു, ഏതാണ്? ഹെയർ വ്യവസ്ഥയാണ്. അടുത്തതാണ് ലിസ്റ്റ് വ്യവസ്ഥ. ഈ വ്യവസ്ഥയ്ക്ക് ബഹുഅംഗ നിയോജക മണ്ഡലം അനിവാര്യമാണ്. അതായത് 2 അംഗങ്ങൾ വരുന്ന നിയോജക മണ്ഡലം അനിവാര്യമാണ്. ലിസ്റ്റ് വ്യവസ്ഥ പ്രകാരം ഓരോ പാർട്ടിയും ഓരോ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടേണ്ട സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിന് തുല്യമായ ലിസ്റ്റ് തയ്യാറാക്കുന്നു. ഓരോ വോട്ടറും രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാക്കിയ ലിസ്റ്റിന് വോട്ട് നൽകുന്നു. അതായത് ഇതൊരു ലിസ്റ്റ്, ഇപ്പം ഒരു ലിസ്റ്റിൽ എന്താവാം, ഇപ്പം ഞാൻ വെറുതെ പറയാണ്, ഒരു 4-5 പേരുണ്ടായിരിക്കാം, അങ്ങനെ ഒരു 5 പേരുണ്ടായിരിക്കാം. ഇനി മറ്റൊരു ലിസ്റ്റ് തയ്യാറാക്കുന്നു മറ്റൊരു പാർട്ടി. ആ ഒരു ലിസ്റ്റിൽ, ഇപ്പോൾ ഈ ലിസ്റ്റ് എ ആണെങ്കിൽ അടുത്തൊരു ലിസ്റ്റ് ബി, അതിലൊരു 4 അംഗങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ എനിക്ക് വേണമെങ്കിൽ എക്ക് വോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബിക്ക് വോട്ട് കൊടുക്കാൻ പറ്റും. ലിസ്റ്റുകൾ നേടിയ വോട്ടുകളുടെ എണ്ണത്തിന് ആനുപാതികമായി സീറ്റുകൾ വിഭജിക്കുന്നു.
സ്വിറ്റ്സർലാൻഡ്, ബെൽജിയം എന്നീ രാജ്യങ്ങളിൽ ഈ വ്യവസ്ഥ പിന്തുടരുന്നു. പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം പാർട്ടിക്കുണ്ട്. അപ്പോൾ ഏത് രാജ്യങ്ങളിലാണ് ഇതുള്ളത്? സ്വിറ്റ്സർലൻഡ്, ബെൽജിയം പോലുള്ള രാജ്യങ്ങളിൽ ഏത് വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്? ലിസ്റ്റ് വ്യവസ്ഥയാണ്. സോ ഈ രണ്ട് വ്യവസ്ഥകളെ പറ്റി പഠിക്കുക, ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് ഓർക്കുക. അയർലൻഡിലാണെങ്കിൽ ഹെയർ വ്യവസ്ഥയാണ്. സൗത്ത് ആഫ്രിക്കയിലും കാനഡയിലും എന്താണ്? ഹെയർ സിസ്റ്റം തന്നെയാണ്. എന്നാൽ ലിസ്റ്റ് വ്യവസ്ഥയാണ് സ്വിറ്റ്സർലാൻഡിലും ബെൽജിയത്തിലും ഫോളോ ചെയ്യുന്നത്. ഇന്ത്യയിൽ രാജ്യസഭാംഗങ്ങൾ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പുകൾക്ക് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയെ നിയന്ത്രിതമായ തോതിൽ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്തു വെക്കുക കേട്ടോ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ രൂപമായ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയാണ് നാം പിന്തുടരുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ രൂപമായ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ, അതായത് ഹെയർ സിസ്റ്റമാണ് നമ്മൾ പിന്തുടരുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ സ്ഥാനാർത്ഥിക്കും പ്രത്യേക ക്വാട്ടയുണ്ടായിരിക്കും. അതാത് സംസ്ഥാനങ്ങളിലെ നിയമസഭാംഗങ്ങളാണ് രാജ്യസഭയിലുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കണമെങ്കിൽ വോട്ടുകളുടെ ആനുപാതികമായ പങ്ക് ലഭിച്ചിരിക്കണം. അപ്പോൾ അതിന് ഉള്ള ഒരു മാനദണ്ഡം താഴെ പറയുന്നുണ്ട്, കണ്ടോ. മൊത്തം പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ മൊത്തം തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ എണ്ണം +1. എന്നിട്ട് എന്ത് ചെയ്യും? ആ കിട്ടുന്ന ആ ഒരു നമ്പറിൻ്റെ കൂടെ പിന്നെയും എന്ത് ചെയ്യും? 1 കൂട്ടും. അപ്പോൾ മൊത്തം പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ മൊത്തം തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ എണ്ണം +1. ഇവിടെ ഒരു 1 ഉണ്ട്. പിന്നെ ആ കിട്ടുന്ന സംഖ്യയോട് കൂടി ഒരു 1 കൂട്ടും. അപ്പോൾ ഇതാണ്, ഈ ഒരു രീതിയിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട്, രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ രാഷ്ട്രീയ കക്ഷിക്കും നിയമസഭയിൽ തങ്ങൾക്കുള്ള സംഖ്യാബലത്തിന് ആനുപാതികമായ ആളുകളെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ വരാൻ ശ്രദ്ധിച്ചോണേ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ രാഷ്ട്രീയ കക്ഷിക്കും നിയമസഭയിൽ തങ്ങൾക്കുള്ള സംഖ്യാബലത്തിന് ആനുപാതികമായി ആളുകളെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള ആ ഒരു ഹെയർ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. അടുത്ത് നോക്കാം, എന്തുകൊണ്ട് ഇന്ത്യയിൽ ഭൂരിപക്ഷ സമ്പ്രദായം സ്വീകരിച്ചു. അപ്പം നമ്മൾ പറഞ്ഞു ഇന്ത്യയിലും ബ്രിട്ടനിലും ഒക്കെ എന്താണ് ഈ ഒരു ഭൂരിപക്ഷ സമ്പ്രദായമാണ്, കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇത് സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ? ഒന്ന്, വളരെ ഈ ഒരു വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ലളിതമാണ് അല്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് നടത്താൻ പറ്റുന്നതാണ്. പിന്നെ ഇന്ത്യയെ പോലെ വളരെ വലിയ രാജ്യത്തിന് ഈ വ്യവസ്ഥയാണ് കുറച്ചും കൂടെ അനുയോജ്യം. അതേപോലെ ഈ വ്യവസ്ഥയിൽ വോട്ടർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കും. മുമ്പ് നമ്മൾ കണ്ടല്ലോ ആ ലിസ്റ്റ് വ്യവസ്ഥയിലൊക്കെ എന്താണ്? അപ്പോൾ ആ ലിസ്റ്റിലുള്ള 1-2 ആൾക്കാരെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി, അല്ലെങ്കിൽ അവർക്ക് വോട്ട് കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ലെങ്കിൽ കൂടി എന്താണ്? ആ ഒരു ലിസ്റ്റ് നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി നമുക്ക് ആ ഒരു ലിസ്റ്റ് തിരഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ ഭൂരിപക്ഷ സമ്പ്രദായമാകുമ്പോഴത്തേക്കും, കേവല ഭൂരിപക്ഷ സമ്പ്രദായം ആവുമ്പോൾ എന്താണ്? നമുക്ക് ആർക്കാണോ ഇഷ്ടമുള്ള, നമുക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് നമുക്ക് വോട്ട് നൽകാൻ സാധിക്കും. തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് തങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രദേശത്തോട് കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാകും. ഉറച്ച ഗവൺമെൻറ്റുകളുടെ രൂപീകരണത്തിന് സഹായമാണ്. വോട്ടർമാർക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ആ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഭൂരിപക്ഷ സമ്പ്രദായം സ്വീകരിച്ചത്? ഈ വ്യവസ്ഥ വളരെ ലളിതമാണ്. പിന്നെ ഇന്ത്യയെ പോലെ വളരെ വലിയൊരു രാജ്യത്തിന് അനുയോജ്യമായിട്ടുള്ള വ്യവസ്ഥ ഇത്തരത്തിലുള്ള കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ്. ഈ വ്യവസ്ഥയിൽ വോട്ടർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശത്തോട് കൂടുതൽ ഉത്തരവാദിത്തമുണ്ടാകും. ഉറച്ച ഗവൺമെൻറ്റുകളുടെ രൂപീകരണത്തിന് ഇത് സഹായകമാണ്. പിന്നെയോ വോട്ടർമാർക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന് ഇത് പ്രോത്സാഹനം നൽകുന്നു. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു രണ്ട് വ്യവസ്ഥ, അതായത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും അതേപോലെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അടുത്ത ഹെഡിങ് നോക്കാം, സാർവത്രിക വോട്ടവകാശവും മത്സരിക്കാനുള്ള അവകാശവും. ഇതിൽ നിന്നുമൊക്കെ പരീക്ഷകളിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ലോക്സഭയിലേക്കും എല്ലാ സംസ്ഥാന നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് ഭരണഘടനയുടെ 326 വകുപ്പ് പ്രസ്താവിക്കുന്നു. അപ്പോൾ ഓർത്ത് വെച്ചോണം, 326 വകുപ്പ് പ്രകാരം എന്താ പറയുന്നത്? ലോക്സഭയിലേക്കും എല്ലാ സംസ്ഥാന നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്.
ഇത് പറയുന്ന ആർട്ടിക്കിൾ 326 326. ഓക്കെ. ഇനി ഒരു നിശ്ചിത വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം നൽകുന്നതിനെ സാർവത്രിക വോട്ടവകാശം എന്ന് പറയുന്നു. അപ്പോൾ ഒരു നിശ്ചിത വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം ലഭിക്കുന്നതിനെയാണ് സാർവത്രിക വോട്ടവകാശം എന്ന് പറയുന്നത്. ജാതി, മതം, വർഗം, വർണ്ണം തുടങ്ങിയ യാതൊരു വിവേചനവുമില്ലാതെ ഇവിടെ വോട്ടവകാശം ലഭിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വിവേചനങ്ങളൊന്നും പാടില്ല. 1989 വരെ 21 വയസ്സ് മുകളിലുള്ള ഇന്ത്യൻ പൗരന്മാരായിരുന്നു പ്രായപൂർത്തിയായ വോട്ടർമാരായി കണക്കാക്കിയിരുന്നത്. എന്ന് വരെയാണ് 1989 വരെ 21 വയസ്സ് ആയാലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. എന്നാൽ 1989 61 ഭരണഘടനാ ഭേദഗതിയോടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്ന് 18 കുറച്ചു. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ 1989 ഏത് ഭേദഗതിയാണ്? 61 ഭേദഗതി പ്രകാരം 21 എന്നുള്ള വയസ്സ് എത്രയായി കുറച്ചു? 18 വയസ്സായി കുറച്ചു. ഇന്ന് ഇന്ത്യയിൽ 18 വയസ്സ് തികഞ്ഞ എല്ലാ പൗരന്മാർക്കും സമ്മതിദാനാവകാശം ഉപയോഗിക്കാം. അപ്പോൾ ഓർത്തു വെക്കേണ്ടത്, ഇപ്പോഴുള്ള വയസ്സ് എത്രയാവണം വോട്ട് ചെയ്യണമെങ്കിൽ? 18 വയസ്സായാൽ മതി. 61 ഭരണഘടനാ ഭേദഗതിയോടെയാണ് ഇങ്ങനെ മാറ്റം വരുത്തിയത്. അത് നടന്നത് 1989. ഓക്കെ അല്ലേ പറഞ്ഞത്? ഇന്ത്യയിൽ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും മത്സരിക്കുന്നതിന് ഒരു വ്യക്തിക്ക് 25 വയസ്സ് പ്രായമെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. അപ്പോൾ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ 25 വയസ്സ് പൂർത്തിയാവണം. പിന്നെ അതേപോലെ സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിക്കാൻ 25 വയസ്സ് പൂർത്തിയാവണം. നമ്മൾ പ്രസിഡന്റിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, 35 വയസ്സ് പൂർത്തിയാവണം. വൈസ് പ്രസിഡന്റിനാണെങ്കിലും 35 വയസ്സ് പൂർത്തിയാവണം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള അവകാശത്തിൽ വരുമാനം, വിദ്യാഭ്യാസം, വർണ്ണം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടില്ല. എന്നാൽ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് കാലാകാലങ്ങളിൽ ഗവൺമെന്റ് തീരുമാനിക്കുന്ന നിയമപ്രകാരമുള്ള അയോഗ്യത ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയാണ് കേട്ടോ. സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യ മുഴുവൻ അധികാര പരിധിയുള്ള ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്താണ്? ഇന്ത്യ മുഴുവനും അധികാര പരിധിയുണ്ട് എന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. നോക്കിക്കേ, ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവിയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ എങ്ങോട്ടേക്കൊക്കെ ഉള്ളതാണ്? ഇന്ത്യൻ പാർലമെന്റിലേക്ക്, സംസ്ഥാന നിയമസഭയിലേക്ക് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 324 ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടനയും അധികാരവും പ്രതിപാദിക്കുന്നത്. സോ ഭരണഘടനയിലെ ഏത് വകുപ്പാണ്? 324 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടനയും അധികാരവും പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കണേ, 324 മുതൽ 329 വരെ എന്താണ്? ഈ ഒരു ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇത് പലതവണ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ആദ്യം പഠിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റ് ഒന്ന് ഓർത്തേക്ക്. 324 എന്ന് പറയുന്ന ആ ഒരു ആർട്ടിക്കിളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടനയും അതിൻ്റെ അധികാരത്തിനെയും പറ്റി പ്രതിപാദിക്കുന്നത്. ഇനി തെരഞ്ഞെടുപ്പിന്റെ സംവിധാനം, മേൽനോട്ടം, നിയന്ത്രണം എന്നീ 3 കടമകളാണ് കമ്മീഷൻ നിർവഹിക്കുന്നത്. സംവിധാനം, അതായത് തെരഞ്ഞെടുപ്പിന്റെ സംവിധാനം, അതിന്റെ മേൽനോട്ടം വഹിക്കുന്നു, അതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. ഈ 3 കടമകളും ആരുടെയാണ്? ഈ ഇലക്ഷൻ കമ്മീഷൻ്റെയാണ്. അപ്പോൾ നമുക്ക് ആർട്ടിക്കിൾസ് ഒന്ന് നോക്കാവേ. നോക്കിക്കേ, അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഓർക്കണേ. ഭരണഘടനയിൽ നമ്മുടെ ഏത് ഭാഗത്താണ് ഇലക്ഷൻ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയേണ്ടത് ഭാഗം 15 കേട്ടോ. അതുകൂടെ ഇവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഏത് ഭാഗത്താണ്? ഭാഗം 15. ഇനി ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ നോക്കിക്കോ, 324 എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായ തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടവും നിർദ്ദേശവും നിയന്ത്രണവും. നമ്മൾ ആ ഒരു NCERTയിൽ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? ആർട്ടിക്കിൾ 324 എന്തിനെ പറ്റിയാണ് പറയുന്നത്? തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായിട്ടുള്ള തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടവും നിർദ്ദേശവും നിയന്ത്രണവും. ഇനി 325 ആർട്ടിക്കിൾ 325 പറയുന്നത് മതം, അതേപോലെ വംശം,
ജാതി അല്ലെങ്കിൽ ലിംഗഭേദം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക ഇലക്ട്രൽ റോൾ ഓൺ അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്താൻ അവകാശപ്പെടാനോ ഒരു വ്യക്തിയും യോഗ്യനല്ല. അപ്പോൾ ഈ ഒരു എന്താ പറയുക മതം, അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, മതവും വംശവും ജാതിയും എന്ന് വെച്ച് ഒരു രീതിയിലുള്ള വേർതിരിവ്, അതായത് ഒരു പ്രയോറിറ്റിയും കിട്ടാൻ പാടില്ല, പിന്നെന്താ പറയുക, അത് മറ്റൊരു രീതിയിൽ മാറ്റി നിർത്താനും ഒന്നും പാടില്ല. അപ്പോൾ ഇതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 325 ആണ്. അടുത്ത 326 മുതിർന്നവരുടെ വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയാണ് ജനസഭകളിലേക്കും സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അപ്പോൾ ആർട്ടിക്കിൾ 326 മുതിർന്നവരുടെ വോട്ടവകാശത്തെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 327 സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ പാർലമെന്റിന്റെ അധികാരത്തെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 327. സോ ആർട്ടിക്കിൾ 327 എന്താണ് പറയുന്നത്? നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടാക്കാനുള്ള പാർലമെന്റിന്റെ അധികാരത്തിനെ പറ്റിയാണ് ആർട്ടിക്കിൾ 327 പറയുന്നത്. ആർട്ടിക്കിൾ 328 ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയുടെ അധികാരം അത്തരം നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് 328. അപ്പോൾ സംസ്ഥാനത്തിന്റെ കാര്യങ്ങളെ പറ്റിയാണ്. ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയുടെ അധികാരം, അത്തരം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ, അതിനെപ്പറ്റിയാണ് ആർട്ടിക്കിൾ 328 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 329 തിരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ കോടതികളുടെ ഇടപെടൽ തടയുക എന്നതിനെ പറ്റിയാണ് ആർട്ടിക്കിൾ 329 പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു 324 മുതൽ 329 വരെ ഈ ഒരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇനി അവിടെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. അത് നമുക്ക് ഈ ഒരു പാഠം നോക്കിയിട്ട് അതിലേക്ക് വരാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നിർത്തിയല്ലോ. ഇനി ബാക്കി നോക്കിക്കേ. രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. ആരാ നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്, അല്ലെ, ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ഇനി നോക്കിക്കേ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ച 1950 മുതൽ 1989 വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകാംഗ കമ്മീഷനായിരുന്നു. അപ്പോൾ 1950 ജനുവരി 24 രൂപീകരിച്ചത് എന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക. എന്നാണ് 1950 ജനുവരി 24. അതുകൊണ്ട് തന്നെ ജനുവരി 24 നാഷണൽ വോട്ടേഴ്സ് ഡേ എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. ജനുവരി 24 അല്ല കേട്ടോ, 25 ജനുവരി 25 എന്താണ്? നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. അപ്പോൾ 1950 ജാനുവരി 24 ഫോം ചെയ്തു, അല്ലേ? അപ്പോൾ 1950 മുതൽ 1989 വരെ എന്താണ്? ഇതൊരു ഏകാംഗ കമ്മീഷനായിരുന്നു. അതായത് എന്താണ്? ഒരു ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 1989 പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കൂടി പ്രസിഡന്റ് നിയമിച്ചു കമ്മീഷനെ ബഹുഅംഗ കമ്മീഷനാക്കി. അപ്പോൾ 1989 തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്താക്കി? 2 പേരെയാക്കി. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം നോക്കിക്കേ. ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ് ഈ സമിതി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ടോട്ടൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 3 പേരാണ്. ഒരാൾ എന്താണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടാവും. പിന്നെ 2 കമ്മീഷണർമാരും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇപ്പോഴത്തെ ആരാണെന്ന്. ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ശ്രീ രാജീവ് കുമാർ ആണ്. ആരാണ്? രാജീവ് കുമാർ ആണ്. ഇദ്ദേഹം 25ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. 2022 മെയ് 15 അധികാരമേറ്റത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഓക്കെ, അപ്പോൾ 25ാമത്തെ ആളാണ് ആര്? രാജീവ് കുമാർ. അപ്പോൾ ഓർത്ത് വെച്ചേക്കണം, ഇദ്ദേഹമാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇനി നമ്മൾ പറഞ്ഞു 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു, അല്ലേ? ഒന്നാണ് ശ്രീ ഗണേഷ് കുമാർ. അതേപോലെ തന്നെ മറ്റു ഒരാളാണ് ശ്രീ സുഖ്ബീർ സിംഗ് സന്ധു. അപ്പോൾ ഇവർ 2 പേരുമാണ് ബാക്കി 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് പേര് മാത്രം ഒന്ന് പഠിച്ചു പോയാൽ മതി കേട്ടോ. ഇനി നോക്കാം, നമ്മൾ പറഞ്ഞു. അപ്പോൾ ടോട്ടൽ 3 മെമ്പേഴ്സാണുള്ളത്. ഇപ്പോൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റു കമ്മീഷണർമാർക്കും 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ ജോലിയിൽ തുടരാം. അപ്പോൾ എന്താണ്? 6
വർഷം അല്ലെങ്കിലോ 65 വയസ്സ്, ഇതിലേതാണോ ആദ്യം ആവുന്നത് കേട്ടോ. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗങ്ങളിൽ അധ്യക്ഷം വഹിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 3 പേർക്കും തുല്യ അധികാരങ്ങളാണ്. കണ്ടോ, ഇവിടെ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. ഒറ്റൊരു എക്സെപ്ഷനേ ഉള്ളൂ. എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗങ്ങളിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരായിരിക്കും? ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ 3 പേർക്കുമുള്ളത് തുല്യ അധികാരമാണ്. ഓക്കെ അല്ലേ? ഇനി സാധാരണയായി സിവിൽ സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിയമിക്കാറുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വതന്ത്ര പദവിയാണുള്ളതെങ്കിലും പെരുമാറ്റ ദൂഷ്യമോ ശാരീരികമോ മാനസികമോ ആയ അയോഗ്യത തെളിയിക്കപ്പെട്ടാൽ രാഷ്ട്രപതിക്ക് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ അവരെ എന്ത് ചെയ്യാം? പുറത്താക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് അവരെ പുറത്താക്കാനുള്ള ഒരു ക്രൈറ്റീരിയ പറയുന്നത്? അതായത് എന്തെങ്കിലും പെരുമാറ്റ ദൂഷ്യമോ അല്ലെങ്കിൽ ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള അയോഗ്യത തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാഷ്ട്രപതിക്ക് കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ അവരെ പുറത്താക്കാവുന്നതാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നതിന് വേണ്ടി ഓരോ സംസ്ഥാനത്തിലും ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുണ്ട്. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓരോ സംസ്ഥാനത്തും എന്താണ്? ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉണ്ട് എന്നുള്ള കാര്യം. ഇനി നോക്കിക്കേ, കമ്മീഷന്റെ ചുമതലകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും പരീക്ഷകളിൽ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഓരോന്നും നമുക്ക് പഠിക്കാം. ഏകദേശം 12 ചുമതലകളെ പറ്റി ഇവിടെ പറയുന്നുണ്ടേ. ആദ്യത്തേത്, ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിയുക്തവുമായി തെരഞ്ഞെടുപ്പുകൾ നോക്കി നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പിന്നെ അടുത്തതോ, പാർലമെന്റ് അംഗങ്ങൾ, നിയമസഭാംഗങ്ങൾ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുകയും നടത്തുകയും ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, പാർലമെന്റ് അംഗങ്ങൾ, നിയമസഭാംഗങ്ങൾ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ഇവരുടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരുടെ ചുമതലയാണ്? ഈ ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് ആവശ്യമായ മാറ്റം വരുത്തി അവ പുതുക്കുന്നു. സോ ഈ പോയിന്റ് ഒക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആ ക്വസ്റ്റ്യൻ എടുത്ത് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് നമുക്കത് പറയാം കേട്ടോ. അതായത് നമ്മൾ ഓരോ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു പോകുന്ന ആ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. പാർലമെന്റ് അംഗങ്ങൾ, നിയമസഭാ അംഗങ്ങൾ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ഇതിൻ്റെയൊക്കെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്താണ്? ഈ ഒരു ഇലക്ഷൻ കമ്മീഷനാണ്. ഇനി പൊതു തെരഞ്ഞെടുപ്പുകൾക്കുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊതു തെരഞ്ഞെടുപ്പുകൾക്കുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് ആരാണ്? അതും ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടിയാണ്. പിന്നെയോ, രാഷ്ട്രീയ പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ, വോട്ടർമാർ തുടങ്ങിയവർക്കുള്ള പെരുമാറ്റച്ചട്ടം തയ്യാറാക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പിന്നെ രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കുകയും അവർക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. സോ രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കുകയും അവർക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നതും ഇലക്ഷൻ കമ്മീഷനാണ്. അടുത്തത്, തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ ഉദ്യോഗസ്ഥരെ നൽകുന്നതിന് രാഷ്ട്രപതിയോടും സംസ്ഥാന ഗവർണർമാരോടും അപേക്ഷിക്കുന്നു. പിന്നെ സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അന്തരീക്ഷമില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനും നീട്ടിവെക്കാനും കമ്മീഷന് അധികാരമുണ്ട്. അപ്പം എന്താണ്? സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു ഒരു അന്തരീക്ഷം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനും നീട്ടിവെക്കാനും ഒക്കെ കമ്മീഷന് അധികാരമുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്നതും ഇലക്ഷൻ കമ്മീഷനാണ്. പിന്നെയോ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും സമർപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കുന്നതും കമ്മീഷനാണ്. പിന്നെയോ, തെരഞ്ഞെടുപ്പ് കണക്കുകളിൽ വീഴ്ച വരുത്തുന്ന മത്സരാർത്ഥിയെ അയോഗ്യനാക്കാനും ആർക്ക് പറ്റും? ഇലക്ഷൻ കമ്മീഷണർക്ക് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ കമ്മീഷന്റെ ചുമതലകൾ 12 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. അതിൽ ഈ ഒന്നാമത്തൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വന്നാലും വായിച്ചു കേൾക്കുമ്പോഴത്തേക്കും ക്ലിയർ ആവുന്നതാണ് അല്ലേ? അതായത് ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിയുക്തവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നോക്കി നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പിന്നെ പാർലമെന്റ് അംഗങ്ങൾ, നിയമസഭാ അംഗങ്ങൾ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ഇവയുടെ തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും നടത്തുകയും ചെയ്യുന്നത് കമ്മീഷനാണ്. പിന്നെയോ, വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതേപോലെ തന്നെ അതിലെന്തെങ്കിലുമൊക്കെ
തിരുത്തലുകളൊക്കെ വന്ന് പുതുക്കി ചെയ്യുന്നതും ആരാണ്? കമ്മീഷനാണ്. പൊതു തെരഞ്ഞെടുപ്പുകൾക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. പിന്നെയോ രാഷ്ട്രീയ പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ, വോട്ടർമാർ തുടങ്ങിയവർക്കുള്ള പെരുമാറ്റച്ചട്ടം തയ്യാറാക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കുകയും അവർക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നു. അതിനോടൊപ്പം ഓർത്ത് വെച്ചേക്കുക, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്നത് കമ്മീഷനാണ്. പിന്നെ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ ഉദ്യോഗസ്ഥരെ നൽകുന്നതിന് രാഷ്ട്രപതിയോടും സംസ്ഥാന ഗവർണർമാരോടും അപേക്ഷിക്കുന്നു. പിന്നെ സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അന്തരീക്ഷമില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനും നീട്ടിവെക്കാനും കമ്മീഷന് അധികാരമുണ്ട്. അതേപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കുന്നു. സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും സമർപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കുന്നു. തെരഞ്ഞെടുപ്പ് കണക്കുകളിൽ വീഴ്ച വരുത്തുന്ന മത്സരാർത്ഥിയെ അയോഗ്യനാക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കുക. പിന്നെ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ട്, അതായത് കുറച്ച് നിർദ്ദേശങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. കണ്ടോ, തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിനുള്ള പ്രധാന നിർദ്ദേശങ്ങൾ താഴെ പറയുന്നു. FPTP എന്ന് പറഞ്ഞു, അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. FPTP എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് അതിൻ്റെ ഫുൾ ഫോം കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അത് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിക്കുന്നില്ല. കാര്യം ഇതിൽ പലതും നമ്മൾ ഭേദഗതിയിലും ഒക്കെ ഇപ്പോൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആയിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാനുള്ളത്. പക്ഷേ ഇതിൽ മറ്റൊരു കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത്, നമുക്ക് ഇത്ര മാത്രമല്ല ഈ ഒരു ഭാഗത്തുനിന്ന് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഞാൻ NCERT ബേസ് ചെയ്ത് പറഞ്ഞതാണ്. ഇതല്ലാതെ ഈ ഒരു ഇലക്ഷൻ കമ്മീഷനെ പറ്റിയും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ പറ്റിയൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും റാങ്ക് ഫയലുകൾ പോലെയുള്ളത് നോക്കി പഠിക്കുക. അത് നിങ്ങൾ പഠിച്ചു വെച്ചതിന് ശേഷം ഒരു എക്സ്ട്രാ എന്നുള്ള രീതിയിൽ ഇത് പഠിച്ചു വെച്ചാൽ മതിയാവും കേട്ടോ. അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ആ ഒരു അംഗങ്ങൾ എത്രയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതായത് അംഗങ്ങളുടെ കാലാവധിയൊക്കെ നമ്മൾ ഈ കേസിൽ പറഞ്ഞു. പക്ഷേ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് നമ്മൾ പറഞ്ഞില്ല. ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക, ഇതുപോലെ തന്നെയാണ്. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ കാലാവധി എന്ന് പറയുന്നത്. പിന്നെ അവിടെ എന്താണ്, ഗവർണറാണ് നിയമിക്കുകയും അതേപോലെ ഗവർണർക്കാണ് രാജി സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഫോം ചെയ്തത് 1993 ഡിസംബർ 3 അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 243Kയും 243ZGയും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങൾ ആ ഒരു റാങ്ക് ഫയലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കുക. ദെൻ ഈ ഒരു ചുമതലകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടെ അത് ഓർത്ത് വെക്കുക. സോ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു പാഠത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ്. കണ്ടോ, കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ PSC ക്ലൈംബർ എന്ന് പറയുന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിലും കൂടെ ജോയിൻ ആവാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.